കോൺഗ്രസ് നേതാക്കളുടെ ഡൽഹി യാത്രയെ പരിഹസിച്ച് എം.എ. ബേബി. കേരളത്തിലെ യു.ഡി.എഫിനുള്ളിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളെ പരിഹസിച്ച് CPIM പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി. കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക് നടത്തുന്ന തുടർച്ചയായ യാത്രകൾ വിമാന കമ്പനികൾക്ക് മാത്രമാണ് ലാഭമുണ്ടാക്കുന്നതെന്നും ജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഐക്യജനാധിപത്യ മുന്നണിയാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ UDF-നെ നയിക്കുന്ന കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഐക്യമില്ല. ഡസൻ കണക്കിന് ആളുകളാണ് കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്കും തിരിച്ച് കേരളത്തിലേക്കും പോകുന്നത്. ഇത് വ്യത്യസ്തമായ എയർലൈനുകൾക്ക് മാത്രമേ ലാഭമുണ്ടാക്കുകയുള്ളൂ. ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമില്ല, എം.എ. ബേബി പരിഹസിച്ചു. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരളത്തിൽ LDF-നുണ്ടായത് അപ്രതീക്ഷിത പരാജയമാണെന്ന് എം.എ. ബേബി നേരത്തെ പറഞ്ഞു. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവകരമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിൽ BJPക്ക് ഉണ്ടായത് വലിയ വിജയമാണ്. ബംഗാളിലെ തൃണമൂൽ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം BJPക്ക് അനുകൂലമായി. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ BJP ചെയ്തത് അധാർമിക പ്രവർത്തനങ്ങളാണ്. SIR-ലൂടെ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയും സുതാര്യതയും പൂർണ്ണമായും നശിച്ചുവെന്നും എം.എ. ബേബി പറഞ്ഞു. കേരളത്തിലെ കനത്ത പരാജയം വിലയിരുത്തി. കേരളത്തിലെ തോൽവി അപ്രതീക്ഷിതം. LDF സർക്കാർ 10 വർഷം മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടും തിരിച്ചടിയുണ്ടായി. BJPക്ക് 3 സീറ്റ് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണങ്ങൾ പരിശോധിക്കുമെന്നും എം.എ. ബേബി പറഞ്ഞു. കേരളത്തിന് പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. ആരെന്ന് തീരുമാനിക്കുക കേരളത്തിലാണ്. പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ചർച്ച PBL നടന്നിട്ടില്ല. തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി എന്തിനേറ്റെടുക്കണമെന്നും എം.എ. ബേബി ചോദിച്ചു.